ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാരിമുത്ത് തക്കലേന്നാ വരുന്നത്. പണ്ട് തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയില് മുത്തു കുറച്ചു കാലം ടീ സ്റ്റോൾ നടത്തിയിരുന്നു. പത്മനാഭസ്വാമിയുടെ മണ്ണിൽ അത്രയും നാൾ ജീവിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. മുരുകൻ എനിക്ക് ഒരേ ഒരു ബ്രദർ. അന്ന് ചിപ്പിമോളുടെ അച്ഛനെ കുറിച്ച് അന്വേഷിച്ച് നമ്മൾ ആശ്രമത്തിൽ ചെന്നപ്പോ ആ കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ച് മുരുകനെയും കനിമൊഴിയും കുറിച്ച് പറഞ്ഞില്ലേ? അതെ, ആ മുരുകന്റെ ചേട്ടന് ഈ മാരിമുത്തു. അവരുടെ തക്കലയിലെ വീട്ടിൽ ഇപ്പൊ താമസിക്കുന്നത് ഈ മുരുകനും ഭാര്യയോ. ഞാൻ 12 വർഷം തിരുവനന്തപുരത്തായി ഇരുന്നത്. മുരുകനും കനിമൊഴിയും ആക്സിഡന്റ് മരിച്ച് 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ താമസത്തിനെത്തിയത്. മരിച്ചുപോയ മുരുകന്റെ ഫോണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് മാരിമുത്തുവാ. ആ നമ്പറിലേക്ക് വെറുതെ വിളിച്ചൊരു അന്വേഷണമാ മുത്തുവിനെ ഇപ്പൊ ഇവിടെ എത്തിച്ചത്. ചിപ്പിയുടെ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? എനിക്ക് പറയാനുള്ളത് വേറൊരു വിഷയമാണ്. മുത്തുവും ഭാര്യ അവിടെ താമസമായപ്പോ മുരുകന്റെയും കനിമൊഴിയുടെ സാധനങ്ങളെല്ലാം അവരൊരു മുറിയിലേക്ക് മാറ്റി. ആ കൂട്ടത്തില് കനിമൊഴിയുടേതല്ല എന്ന് തോന്നിച്ചൊരു ബാഗായത്. ഇത് നിങ്ങൾ അന്വേഷിക്കുന്ന ആരുടേതെങ്കിലും ആണോ? ഈ ബാഗ് സച്ചിക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? ഇതിന്റെ അർച്ചനയുടെ ബാഗാ. എന്റെ അർച്ചനയ്ക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്ത ബാഗാ. അർച്ചനയുടെ ബാഗ് എങ്ങനെ അവർക്ക് കിട്ടിയേ? അത് ചോദിക്കാനും പറയാനും മുരുകനും കനിമൊഴിയും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അപ്പോ ഇത് മുരുകന്റെ ഡയറിയാ. മുരുകനും കനിമൊഴിക്കും ആ കുഞ്ഞിനെ കിട്ടിയെന്ന് പറയുന്ന ആ ദിവസത്തെക്കുറിച്ച് മുരുകൻ ഈ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. എന്താ ഇതിൽ എഴുതിയിരിക്കുന്നത്? ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് ഒരു കുളന്തയെ അതുക്ക് പക്കത്ത് നിന്ന് അവർക്ക് കിടച്ചിരിക്ക്. ആ കുട്ടിയുമായി ബന്ധപ്പെടുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങൾ? ഇല്ല മാഡം, അന്ത ആക്സിഡന്റിനെ കുറിച്ച് വേറെ ഏതുമേ അവർക്ക് தெரியாது. കുട്ടിയെ കുറിച്ച് ഒരു വിവരവും ഈ ഡയറിയിൽ അവർ എഴുതിയിട്ടില്ല. മുത്തു, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം കിട്ടിയാ മുത്തു അപ്പൊ തന്നെ എന്നെ വിവരം അറിയിക്കണം. ശരി മാഡം. ഇതുക്ക് മേലെ എന്ത് വിവരം കിട്ടിയാലും ഞാൻ മാഡത്തിനെ ഫോൺ പണലാം.